ഹായ് എവ്രി വൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ മിക്ക ആൾക്കാരും എപ്പോഴും തന്നെ ചിന്തിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. പക്ഷെ കാര്യത്തോട് വരുമ്പോൾ നമ്മൾ ഒഴിവാക്കി കളയുന്ന ഒന്നാണ്. എന്താണ്? റിട്ടയർമെൻറ്റ് പ്ലാനിങ്. ഇപ്പം നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പം നിങ്ങൾ കേട്ടുള്ള ഒരു കാര്യമായിരിക്കും റിട്ടയർമെൻറ്റ് പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നത്. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? അതായത് ഞാനിപ്പോഴും ചെറുപ്പമല്ലേ, ജോലിക്കൊക്കെ കയറി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞ് ഇനി ഒരുപാട് സമയം മുന്നോട്ട് കിടക്കുമല്ലേ എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ പല കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, റിട്ടയർമെന്റിലേക്ക് നിങ്ങൾ വലിയ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പം മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഇന്ത്യ റിട്ടയർമെന്റ് ഇൻഡെക്സ് സ്റ്റഡി പ്രകാരം പറയുന്നത് ഇപ്പോൾ 50-ലധികം പ്രായമുള്ള 93% ആളുകൾ ഇപ്പോൾ പറയുന്നത് ഒരു റൈറ്റ് ടൈമിൽ അവർ സേവിങ്സ് തുടങ്ങിയില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയല്ലോ, നിങ്ങളിപ്പോൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങും? നിങ്ങളുടെ റിട്ടയർമെൻറ്റിലേക്ക് നിങ്ങൾക്ക് എത്ര പണം വേണ്ടി വരും? ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ, നിങ്ങൾക്ക് ഏത് പ്രായത്തിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇനി റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്കുണ്ടോ? അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ മെഡിക്കൽ അതുപോലെ തന്നെ എമർജൻസി ഫണ്ടായിട്ട് എത്ര പണം വേണ്ടി വരും? സോ ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിയാൽ ഒരു കറക്റ്റ് റിട്ടയർമെൻറ്റ് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. ഇനിയിപ്പോൾ എന്താണ് ഈ റിട്ടയർമെൻറ്റ് ഗോൾ എന്ന് പറയുന്നത്? നിങ്ങളിപ്പം ഏത് പ്രായത്തിലുള്ള ഒരാളായിക്കോട്ടെ, ഇപ്പം 15 വയസ്സുള്ള ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ 20 വയസ്സായിക്കോട്ടെ, അല്ലെങ്കിൽ 30 വയസ്സായിക്കോട്ടെ, ഏതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പോയിന്റിലെത്തുമ്പം എന്തായാലും റിട്ടയർ ചെയ്തേ പറ്റുള്ളൂ. അത് ശരിയല്ലേ? പക്ഷേ എന്താണ് ഈ റിട്ടയർമെൻറ്റ് ഗോൾ എന്ന് പറയുന്നത്? ഇപ്പം റിട്ടയർമെൻറ്റ് കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ആദ്യം എന്തായാലും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഇങ്ങനെയായിരിക്കും, അതായത് കുറച്ച് പണമൊക്കെ നമ്മൾ സേവ് ചെയ്യണം, എന്നിട്ട് വലിയൊരു തുക ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് സമയത്ത് നമുക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് തന്നെയല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളത്? അപ്പോൾ റിട്ടയർമെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ ഗോൾസ് ആണ്. അപ്പോൾ ഇതുവഴി നമുക്ക് നമ്മുടെ റിട്ടയർമെൻറ്റ് കാലം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ നോർമലി ഈ റിട്ടയർമെൻറ്റ് ഗോൾ ഫോക്കസ് ചെയ്യുന്നത് 3 ഏരിയയിലാണ്. അതായത് എത്ര പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, റിട്ടയർമെൻറ്റിന് ശേഷം എത്ര ആനുവൽ ഇൻകം നമുക്ക് ലക്ഷ്യം വെക്കണം, അപ്പോൾ ജോലിയൊക്കെ നമ്മൾ നിർത്തിയതിന് ശേഷം ഏത് രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മുന്നോട്ട് പോകണം. സോ നിങ്ങളിവിടെ മനസ്സിലാക്കുക, റിട്ടയർമെൻറ്റ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് റിട്ടയർമെൻറ്റ് ടൈമിൽ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ നമുക്ക് പീസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതിനായിട്ട് നിങ്ങൾ എന്തായാലും റിട്ടയർമെൻറ്റ് പ്ലാൻ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അതായത് ഞാൻ എന്തുകൊണ്ടാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത്. അപ്പം ഇതിനുള്ള ആൻസർ വെറും സിമ്പിളാണ്. അതായത് ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്കായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ജോലിയുള്ള കാലത്ത് നിങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനം കാണും, പക്ഷെ നമ്മുടെ ജോലിയൊക്കെ നമ്മൾ നിർത്തി കഴിയുമ്പോൾ നമ്മുടെ വരുമാനം നിൽക്കും ഇല്ലേ? ഇപ്പം നിങ്ങൾ മുൻകൂട്ടി നിങ്ങളുടെ ഫൈനാൻസ് ഒന്നും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ശേഷം നമ്മുടെ ലൈഫ്, അതായത് നമ്മുടെ ചെലവുകളൊക്കെ എങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും? അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ നമുക്ക്? പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മെഡിക്കൽ എക്സ്പെൻസ് അതൊക്കെ നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ നല്ലൊരു തുക സേവ് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് പണപ്പെരുപ്പവും ഉണ്ട്. അപ്പം കാലം കഴിയും തോറും പണത്തിന്റെ മൂല്യം കുറയുകയാണ്, സാധനങ്ങളുടെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ വരുന്ന ഒരു 7% ആണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 12% ആണെങ്കിൽ, അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിയൽ റിട്ടേൺസ് എന്ന് പറയുന്നത് വെറും 4.67% മാത്രമാണ്. അപ്പം ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ റിയൽ റിട്ടേണിൻ്റെ ഫോമിൽ വരുന്നത് ഇങ്ങനെയാണ്: റിയൽ റിട്ടേൺ ഈസ് ഈക്വൽ ടു 1+ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 1+ ഇൻഫ്ലേഷൻ റേറ്റ് -1 ആണ്. ഇപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ 5%, ഇൻഫ്ലേഷൻ 7% ആണെങ്കിൽ റിയൽ റിട്ടേൺ വരുന്നത് -1.87% ആണ്. മെഡിക്കൽ ഇൻഫ്ലേഷനൊക്കെ ഇപ്പോൾ റെഗുലർ ഇൻഫ്ലേഷനേക്കാളും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ മെഡിക്കൽ ഇൻഫ്ലേഷൻ 14%. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും മെഡിക്കൽ ചെലവുകളൊക്കെ നല്ല രീതിയിൽ കൂടും. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫൈനാൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന മുന്നോട്ടേക്ക് ബുദ്ധിമുട്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പറയാനുള്ളത്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേണും നമ്മൾ ടാക്സ് അടയ്ക്കണം. സോ ഇത് നമ്മുടെ റിയൽ റിട്ടേൺസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് കറക്റ്റ് റിട്ടയർമെൻറ്റ് പ്ലാനിങ് കൂടി ഇല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു തലവേദനയായിട്ട് ഇതൊക്കെ മാറാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ, അതായത് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം. ഇനി എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ലൈക്ക് ഇപ്പോൾ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് EPF. ഇപ്പോൾ ഇതൊരു നല്ല റിട്ടയർമെൻറ്റ് ഓപ്ഷനാണ്, കാരണം നമുക്ക് ഏകദേശം ഒരു 8.25% ഇൻട്രസ്റ്റ് ലഭിക്കും.
ഇനി പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് PPF ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ലോങ് ടേം റിട്ടയർമെന്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ 7.1% ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ ലോങ് ടേമിലേക്ക് ഒരു ബെറ്റർ പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഫണ്ട്സും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിസ്ക് ഉണ്ട്, പക്ഷേ ലോങ് ടേമിലേക്ക് നല്ലൊരു റിട്ടേൺസ് നൽകാൻ വേണ്ടി സാധിക്കും ഇക്വിറ്റി ഫണ്ട്സിനൊക്കെ. അപ്പോൾ ഇക്വിറ്റി ഫണ്ടിൽ തന്നെ നമുക്ക് പല കാറ്റഗറീസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പ് 100 കമ്പനീസിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി സേഫർ ആണ് ലാർജ് ക്യാപ് ഫണ്ടുകളൊക്കെ. അടുത്ത് മിഡ് ക്യാപ്പ് അതുപോലെ സ്മോൾ ക്യാപ് ഫണ്ടുകളാണ്. അപ്പോൾ കുറച്ചും കൂടി റിസ്ക് ഉള്ള ഫണ്ടുകളാണിത്, പക്ഷേ ലോങ് റണ്ണിൽ നല്ല റിട്ടേൺസ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത് ഫ്ലെക്സി ക്യാപ്പ് അതുപോലെ മൾട്ടി ക്യാപ് ഫണ്ട്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ബെറ്റർ ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ട് ലാർജ് മിഡ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം പല ഇക്വിറ്റി ഫണ്ട് കാറ്റഗറിയുടെ 5 ഇയർ അതുപോലെ 10 ഇയർ ആവറേജ് റിട്ടേൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ലോങ് റണ്ണിൽ ഇക്വിറ്റി ഫണ്ട്സിൻ്റെ ഏറ്റവും കുറവ് ആവറേജ് റിട്ടേൺസ് വരുന്നത് ഏകദേശം 11%. അപ്പോൾ ബാക്കിയുള്ള ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനേക്കാളും ഒരു ബെറ്റർ റിട്ടേൺസ് നൽകാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി ഫണ്ട്സിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈ വാല്യൂ റിട്ടയർമെൻറ്റ് ഗോൾസിനായിട്ട് നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു 5 കോടിയുടെ റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കി എടുക്കാം എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ റിട്ടയർ ചെയ്യുമ്പോഴേക്കും ഒരു 5 കോടി വേണം നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്ര രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം? ഇപ്പോൾ ഇന്ന് നമ്മളിപ്പം ഇക്വിറ്റി ഫണ്ട്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആവറേജ് ഒരു 15% റിട്ടേൺസ് നിങ്ങൾക്ക് ലക്ഷ്യം വെക്കാം. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ആവറേജ് റിട്ടേൺസ് കണക്കാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതിനായിട്ട് നമ്മളൊരു SIP അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നമ്മൾ തുടങ്ങുകയാണ്. മാസം നമ്മൾ 7,500 രൂപയുടെയാണ് തുടങ്ങാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ സാലറി കൂടുന്നതനുസരിച്ച് എല്ലാ വർഷവും നമ്മൾ ഒരു 5% വെച്ച് നമ്മുടെ SIP നമ്മൾ കൂട്ടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാസം 5,500 രൂപയുടെ SIP വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം. പക്ഷേ നിങ്ങൾ ഡിലേ വരുത്തുവാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നല്ല രീതിയിൽ ഇവിടെ കൂടും. അപ്പോൾ അത് ഇവിടെ നിങ്ങളുടെ ഓർമ്മയിൽ വേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 35 വയസ്സ് വരെ കാത്തിരുന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മാസം ഒരു 33,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താലേ ഈ ഒരു ഗോളിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. സോ റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങും എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു 25 വയസ്സിൽ 7,500 രൂപ വെച്ച് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് 5 കോടി എന്നൊരു ഗോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങളൊരു 45 വയസ്സ് വരെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ മാസം 1,80,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താലേ 5 കോടി എന്നൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നേരത്തെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് തുടങ്ങാവുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ബേർഡൻ കുറയ്ക്കാൻ മാത്രമല്ല സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസും നിങ്ങളുടെ സേവിങ്സും ഒക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ റിട്ടയർമെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മാത്രമല്ല ഇവിടെ, ഇതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ കൂടുന്നതനുസരിച്ച്. അപ്പം നമുക്ക് ദീർഘായുസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് പണം ആവശ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഇപ്പം ഇൻഫ്ലേഷനെ കുറിച്ചോ അല്ലെങ്കിൽ മെഡിക്കൽ ബില്ലുകളെ കുറിച്ചോ ഒന്നും ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കിയേ. ആലോചിക്കുമ്പോൾ തന്നെ നല്ല സുഖമുണ്ടല്ലേ? അപ്പം ഇത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഒറ്റയൊരു വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ. അതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തുടങ്ങണം. അപ്പം നേരത്തെ തുടങ്ങുവാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എത്ര നേരത്തെ നമ്മൾ തുടങ്ങുമോ അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. സോ നമുക്ക് ഒരു നല്ല നാളേക്കായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.